അസ്സലാമു അലൈക്കും. കച്ചി ലാംഗ്വേജ് ട്യൂട്ടോറിയൽസിൻ്റെ ഇന്നത്തെ കച്ചി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്കെല്ലാവർക്കും അറിവുള്ള ബന്ധങ്ങളെക്കുറിച്ചുള്ള വാക്കുകളാണ്. അതായത് നമ്മൾ ഭൂമിയിൽ ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ബന്ധുമിത്രാദികളെല്ലാവരും ഉണ്ടാവും. ആ ബന്ധുക്കൾ ആരൊക്കെയാണ്, ഏതൊക്കെ തരത്തിലുള്ള ബന്ധുക്കളുണ്ട്, അതിനെക്കുറിച്ചാണ്. ഇപ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ ആദ്യമായി അത് കാണുന്നത് അതിൻ്റെ അമ്മയെയാണ്, ഉമ്മയെയാണ്. ഉമ്മ, ബാപ്പ, അവർ രണ്ടുപേരും. അപ്പോൾ ഉമ്മാനെ നമ്മൾ കച്ചിയിൽ എന്ത് പറയും? ഉമ്മ, മാ. ഉമ്മ, മാ, മാ. പിന്നെ ഉമ്മി, ഉമ്മച്ചി, ഉമ്മച്ച എന്നൊക്കെ നമ്മൾ ഓമനെ പേര് വിളിക്കുന്നുണ്ട്. പക്ഷേ ഉമ്മ, മാ, ഉമ്മ. പാപ്പ, പേ. പാപ്പ, പേ. ഉമ്മ, മാ, പാപ്പ, പേ. മാപ്പേ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ. മാപ്പേ മാതാപിതാക്കൾ, പാരൻസ്. അപ്പം ഉമ്മ, മാ, പേ, വാപ്പ. പിന്നെ വാപ്പായുടെ വാപ്പ, ഡാഡ. വാപ്പയുടെ വാപ്പ, ഡാഡ, ഡാഡാപ്പ. വാപ്പായുടെ ഉമ്മ, ഡാഡി, ഡാഡിമ. ഉമ്മയുടെ ഉമ്മ, നാനി, നാനിമ. ഉമ്മയുടെ വാപ്പ, നാന, നാനാപ്പ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഉമ്മ, വാപ്പ, ഉമ്മയുടെ വാപ്പ, മാ, പേ, ഡാഡാപ്പ, ഡാഡിമ, നാനാപ്പ, നാനിമ. പിന്നെ നമുക്ക് സഹോദരങ്ങളുണ്ടാവും. സഹോദരങ്ങളെ ബ്രദർ എന്ന് പറയുന്നത് ബാ. ബാ എന്ന് പറയുന്നത് ബ്രദറാണ്. ബ്രദർ എന്ന് പറയുന്നത് ബാ. ബാ എന്ന് പറഞ്ഞാൽ വഡോബ എന്ന് പറഞ്ഞാൽ വലിയ സഹോദരൻ, മൂത്ത സഹോദരൻ, വഡോബ. നെൻഡോബ ഇളയ സഹോദരൻ, ബാ. ഇനി സഹോദരി, ബേൻ. സഹോദരി എന്ന് പറഞ്ഞാൽ ബേനാണ്. ബേൻ സഹോദരി. വഡ്ഡി ബേൻ മൂത്ത സഹോദരി, നെൻഡി ബേൻ ഇളയ സഹോദരി. ഇനി ബാട മൂത്ത സഹോദരൻ വഡോബ, വഡോബയുടെ ഭാര്യ. വഡോബയുടെ ഭാര്യ നമ്മൾ ബാബി എന്ന് പറയും. വഡോബയുടെ ഭാര്യയുടെ നമ്മൾ ബാബി എന്ന് പറയും. ബേൻ സഹോദരി, സഹോദരിയുടെ ഭർത്താവിനെ ബേനിയോ എന്ന് പറയും. സഹോദരി ഭർത്താവിന് ബേനിയോ. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളുണ്ടാകുന്നു. കുട്ടികളുണ്ടാകുമ്പോഴത്തേക്കും കുട്ടികളുണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിയുമ്പോഴത്തേക്കും ബൈഡി, ഭാര്യ, ബൈഡി. പെണ്ണാണെങ്കിൽ ഭർത്താവ്, ധനി, ബൈഡി, ധനി. അതിന് കുട്ടികൾ ആൺകുട്ടിയാണെങ്കിൽ പുത്തർ, പെൺകുട്ടിയാണെങ്കിൽ ദി, പുത്തർ. ഇനി കുട്ടികളുടെ ഭാര്യമാരെ, മകൻ്റെ ഭാര്യ നോ, മകൻ്റെ ഭാര്യയാണെങ്കിൽ നോ എന്ന് പറയും. മകൻ്റെ ഭാര്യയെ ചോ. മകളുടെ ഭർത്താവിന് ജമ്മായി, മകളുടെ ഭർത്താവിന് ജമ്മായി എന്ന് പറയും. ഇനി മകൻ്റെ മകനാണെങ്കിൽ പോത്രോ, മകൻ്റെ മകൻ ജനിക്കുകയാണെങ്കിൽ അത് പോത്രോ. മകന് മകളാണെങ്കിൽ പോത്രി. മകളുടെ മകനാണെങ്കിൽ ഡോയിത്രോ, മകളുടെ മകനാണെങ്കിൽ ഡോയിത്രോ. മകളുടെ ആണെങ്കിൽ ഡോയിത്രി. മകളുടെ മകനാണെങ്കിൽ ഡോയിത്രോ, മകളുടെ മകളാണെങ്കിൽ ഡോയിത്രി. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മകൻ്റെ ഭാര്യ നോ. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മളെ വാപ്പാക്ക് ചേട്ടനുണ്ടാവും, അനിയുണ്ടാവും. അവർ നമ്മൾ ചാച്ച എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ വാപ്പാനെക്കാളും വാപ്പാൻ്റെ ചേട്ടനാണെങ്കിൽ ചാച്ചാപ്പ എന്നോ എന്തെങ്കിലുമൊക്കെ നമ്മൾ വിളിക്കും. പക്ഷേ ചാച്ച എന്ന് വെച്ചാൽ അച്ഛൻ്റെ വാപ്പായുടെ സഹോദരനാണ് ചാച്ച. ചാച്ചയുടെ ഭാര്യ ചാച്ചി, ചാച്ചയുടെ ഭാര്യ ചാച്ചി. ഇനി വാപ്പാക്ക് പെങ്ങളുണ്ടെങ്കിൽ ഫൊപ്പു, വാപ്പായുടെ സഹോദരിയെ ഫൊപ്പു എന്ന് വിളിക്കും. വാപ്പായുടെ പെങ്ങളാണെങ്കിൽ ഫൊപ്പു. ഫൊപ്പുവിൻ്റെ ഭർത്താവ് ഫൊപ്പ. ഇനി ഉമ്മയുടെ സഹോദരൻ, ഉമ്മയുടെ ആങ്ങളയാണെങ്കിൽ മാമ, ഉമ്മയുടെ ആങ്ങള മാമ. ഉമ്മയുടെ ആങ്ങളയുടെ ഭാര്യയെ മാമി, ഉമ്മയുടെ ആങ്ങളുടെ ഭാര്യ മാമി. ഇനി ഉമ്മയുടെ ചേട്ടത്തി അല്ലെങ്കിൽ അനിയത്തിയാണെങ്കിൽ മാസി, ഉമ്മയുടെ ചേട്ടത്തി അനിയത്തിയാണെങ്കിൽ മാസി. ചേട്ടത്തിയാണെങ്കിൽ നമ്മൾ മാസീമ എന്നും കൂടി പറയും. മാസീമ, അത് ബഹുമാനം കൊണ്ട് മാസി. അപ്പോൾ ഉമ്മയുടെ സഹോദരി മാസി. ഇനി ഉമ്മയുടെ സഹോദരിയുടെ ഭർത്താവിന് നമ്മൾ അത് മാമ എന്നാണ് നമ്മൾ പറയുന്നത്. ഉമ്മയുടെ സഹോദരനെയും മാമ എന്ന് പറയും, ഉമ്മയുടെ സഹോദരി ഭർത്താവിനെയും
മാമ എന്ന് നമ്മൾ പറയും. അത് കഴിഞ്ഞാൽ ഇനി ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ, ഒരു സ്ത്രീയുടെ ഭർത്താവുണ്ട്. ഭർത്താവിൻ്റെ ജ്യേഷ്ഠനെ എന്താണ് പറയുന്നത്? ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ നമ്മൾ പറയുന്നത് ജേട്ട് എന്നാണ്. ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ ജേട്ട്. ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയെ ജേട്ടാണി. അപ്പോൾ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ ജേട്ട്, ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ്റെ ഭർത്താവ് ജേട്ടാണി. ഭർത്താവിൻ്റെ അനിയൻ ഡേർ. ഭർത്താവിൻ്റെ അനിയൻ്റെ ഭാര്യ ഡേറാണി. ഭർത്താവിൻ്റെ സഹോദരിയെ നെറാൻ എന്ന് പറയും. ഭർത്താവിൻ്റെ സഹോദരി നെറാൻ. ഇനി ഭർത്താവിൻ്റെ സഹോദരിയുടെ ഭർത്താവിനെ നെറാണിയോ എന്ന് പറയും. നെറാണിയോ എന്നാണ് ഞാൻ പഠിച്ച വാക്ക്. ഇനി വേറെ വല്ല വാക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഭർത്താവിൻ്റെ സഹോദരിയുടെ ഭർത്താവ് നെറാണിയോ. ഇനി ഭാര്യയുടെ ബ്രദർ സാൽ. ഭാര്യയുടെ ബ്രദറിനെ സാൽ എന്ന് പറയും. സാൽ എന്ന് പറഞ്ഞാൽ ബ്രദർ ഇൻ ലോ, ഭാര്യയുടെ സഹോദരൻ. ഭാര്യയുടെ സഹോദരിയെ സാലി എന്ന് പറയും. സാലി എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ സഹോദരൻ സാലി. ഇനി മദർ ഇൻ ലോയെ പറയുന്നത് സസ്. അതായത് ഭാര്യയുടെ വാപ്പ, ഭാര്യയുടെ ഉമ്മ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഉമ്മ. ഇതിനെ സസ് എന്നാണ് പറയുന്നത്. ഭാര്യയുടെ ഉമ്മ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഉമ്മയെ സസ് എന്നാണ് പറയുന്നത്. ഭാര്യയുടെ വാപ്പ സോറോ, ഭർത്താവിൻ്റെ വാപ്പയാണെങ്കിലും സോറോ. അപ്പോൾ സസ്സിനെ സോറോ. പിന്നെ സഹോദരൻ്റെ മകനാണ് നമ്മുടെ ബ്രദറിൻ്റെ മകൻ. ഇംഗ്ലീഷിൽ നമ്മൾ നെവ്യൂ എന്ന് പറയും. അപ്പോൾ ബ്രദറിൻ്റെ മകനാണെങ്കിൽ, സഹോദരൻ്റെ മകനാണെങ്കിൽ ബാത്രിയോ എന്ന് പറയും. ബാത്രിയോ. ബ്രദറിൻ്റെ മകളാണെങ്കിൽ ബാത്രി എന്ന് പറയും. സഹോദരൻ്റെ പുത്രി ബാത്രി. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും വാക്കുകളാണ് പഠിച്ചിട്ടുള്ളത്. ഇനിയും നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ചുള്ള ഇനിയും വാക്കുകളുണ്ട്. ആ വാക്കുകൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് മാ, പേ, രണ്ടും കൂടി ചേർത്ത് മാ പേ, ഡാഡോ ഡാഡി, നാനോ നാനി, ബാ ബാബി, ബേൻ ബേനിയോ. ബേൻ്റെ ഭർത്താവിനെ ബേനിയോ എന്ന് പറയും. പൊത്തർ ദി, പോത്രോ പോത്രി, ഡോയ്ത്രോ ഡോയ്ത്രി, നോ ജമായി, ചാച്ച ചാച്ചി, മാമ മാമി, മാസി മാമ, ഫുപ്പ ഫുപ്പി, തനി ബൈഡി, ജേട്ട് ജേഠാനി, ഡേർ ഡേറാനി, നെറാൻ നെറാനിയോ, സാൽ സാലി, സസ് സോറോ, ബാത്രി. ഇത്രയും വാക്കുകൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കി. ഇതൊക്കെ മിക്കവാറും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്കുകളാണ്. ഇത് ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ഈ ക്ലാസ് കേൾക്കുമ്പോൾ ഈ വാക്കുകൾ നമ്മുടെ മനസ്സിൽ വരും. ഇനി തീരെ അറിഞ്ഞുകൂടാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ അവർക്ക് ഈ വീഡിയോ 1-2 പ്രാവശ്യം കേട്ടാൽ ഈ വാക്കുകൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ബന്ധങ്ങളാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ. എങ്ങനെ ഉണ്ടാകുന്ന ഒരു മനുഷ്യൻ ജനിച്ചു കഴിയുമ്പോൾ അവൻ്റെ ബന്ധങ്ങൾ ഇങ്ങനെ കൂടി വരും. അപ്പോൾ ആ ബന്ധത്തിൽപ്പെട്ട ആളുകളെ നമ്മൾ കച്ചി ഭാഷയിൽ എങ്ങനെയാണ് പറയുന്നത്, ആ ബന്ധങ്ങളെ എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്ത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദ്യങ്ങൾ ചോദിക്കുക, അതിന് മാത്രം മറുപടി തരും. മറ്റുള്ളവർ ഇതിനെക്കുറിച്ച് നല്ലവണ്ണം അറിവുള്ള ആളുകളും ഇത് വായിക്കുന്നുണ്ടാവും, അവരും അതിൽ കമൻസ് എഴുതുക. ഇനിയും ഞാൻ വിട്ടുപോയിട്ടുള്ള ബന്ധങ്ങൾ വല്ലതുണ്ടെങ്കിൽ അതും കൂടി കുറിച്ചും നിങ്ങളെല്ലാവരും എഴുതുക. ക്ലാസ്സിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇന്നിവിടെ നിർത്തുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും.